സ്നേഹിതരെ, ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ അനുഭവ സാഹചര്യങ്ങളിലൂടെ ഒരിക്കലെങ്കിലും കടന്നു പോകാത്തവരായി ആരുമില്ല. വ്യവസായ പ്രമുഖനും അനേകായിരങ്ങളുടെ ആരാധനാപാത്രവുമായ ബോബി ചെമ്മണ്ണൂർ ഈ സന്ദേശം തയ്യാറാകുമ്പോൾ ജയിൽ മുറിയിലെ പായയിൽ അന്തിയുറങ്ങുകയാണ്. ജയിൽ ജീവിതം എന്തെന്നറിയുവാൻ കർണാടക സർക്കാരിന് പണം നൽകി ജയിലിൽ കിടന്ന വ്യക്തിയാണ് അദ്ദേഹം. ദൈവം പോലും തന്നെ ഉപേക്ഷിച്ചോ എന്ന് വിചാരിക്കുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്ന ഒറ്റപ്പെടലിൻ്റെയും അവഗണനയുടെയും സാഹചര്യങ്ങൾ, ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. ആ സന്ദർഭങ്ങളിൽ ആശ്വാസം നൽകുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവത്തെ നമുക്ക് പരിചയപ്പെടാം. പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെ സന്തതികളായിരുന്ന ഇസ്രായേൽ മക്കൾ 400 വർഷം ഈജിപ്തിൽ പരദേശവാസം ചെയ്യേണ്ടതായി വന്നു. വാഗ്ദത്ത ഭൂമിയായ കനാനിൽ പാർക്കേണ്ടിയിരുന്ന 4 തലമുറ വളരെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി. അവരുടെ പരദേശവാസത്തിൻ്റെ അവസാന നാളുകളിൽ മിസ്രയീമിൽ അവർക്ക് വലിയ പീഡനവും അനുഭവിക്കേണ്ടതായി വന്നു. ജീവിതം കൂടുതൽ കയ്പ് നിറഞ്ഞതായി. ആ സന്ദർഭത്തിലാണ് ജീവനുള്ള സത്യദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നവരെ വിടുവിച്ചത്. ചരിത്രത്തിൽ ആ സംഭവം ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ അടയാളമായി നിലകൊള്ളുന്നു. ദൈവത്തിൻ്റെ ജനം എപ്പോഴെല്ലാം കഷ്ടതയിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ടോ അപ്പോഴെല്ലാം അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വിടുതലിനായി ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവർ മോചിതരായി. എങ്കിലും നീണ്ട 40 വർഷം മരുഭൂമിയിൽ അവർക്ക് അലയേണ്ടതായി വന്നു. വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രാമധ്യേ അവർ നേരിട്ട മറ്റൊരു പ്രതിസന്ധിയായിരുന്നു ചെങ്കടൽ. എന്നാൽ ചെങ്കടലിലും ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നു. തുടർന്ന് ചെങ്കടൽ കടന്ന ഇസ്രായേൽ മക്കൾ ശൂർ മരുഭൂമിയിൽ എത്തി. എന്നാൽ 3 ദിവസം അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ലാതെ ആ മരുഭൂമിയിൽ അലയേണ്ടതായി വന്നു. 30 ലക്ഷം ആളുകളും അവരുടെ മൃഗങ്ങളും വെള്ളം കിട്ടാതെ വിഷമഘട്ടത്തിലായി. എന്നാൽ അവർ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു തടാകം കണ്ടെത്തി. ആശ്വാസത്തോടെ പ്രതീക്ഷയോടെ കുടിക്കുവാൻ താല്പര്യപ്പെട്ട് ആ തടാകത്തിലെത്തിയ ജനം അഭിമുഖീകരിച്ചത് ആ തടാകത്തിലെ വെള്ളം കയ്പ് നിറഞ്ഞതായിരുന്നതിനാൽ കുടിക്കുവാൻ കഴിയുമായിരുന്നില്ല എന്ന സാഹചര്യമാണ്. പലപ്പോഴും ദൈവമക്കളുടെ ജീവിതം ഇപ്രകാരമാകാറുണ്ട്. ഒരു പ്രശ്നത്തെ അതിജീവിച്ച് സ്വസ്ഥമായി എന്ന് ചിന്തിക്കുമ്പോൾ അപ്രതീക്ഷിതമായി മറ്റൊരു പ്രശ്നം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. എന്നാൽ വിശ്വാസയാത്രയിൽ ഇത്തരം പ്രതികൂലങ്ങൾ അവരെ തടസ്സപ്പെടുത്തുകയോ തളർത്തുകയോ ചെയ്യുകയില്ല എന്ന് ചരിത്രങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വളരെ പ്രതീക്ഷയോടെ ദാഹം തീർക്കാമെന്ന് വിശ്വസിച്ച് തടാകക്കരയിലെത്തിയ ഇസ്രായേൽ ജനത്തിന് കയ്പ് സമ്മാനിച്ച ആ തടാകം നിലനിന്ന സ്ഥലത്തിന് അവർ മാറ അഥവാ കയ്പ് എന്ന് പേരിട്ടു. പിൽക്കാലത്ത് ഇസ്രായേൽ മക്കൾക്ക് മറക്കാനാവാത്ത ഒരു നാമമായി അത് മാറി. മോവാബ് ദേശത്തുനിന്ന് തൻ്റെ ഭർത്താവും മക്കളും നഷ്ടപ്പെട്ട് മടങ്ങി വന്ന നവോമി പറഞ്ഞത്, നിങ്ങൾ ഇനി എന്നെ മാറ എന്ന് വിളിച്ചാൽ മതി എന്നായിരുന്നു. എങ്കിലും ഇസ്രായേൽ മക്കൾക്ക് മാറ മധുരമാക്കുന്ന ദൈവം കൂടെയുണ്ടായിരുന്നു. കുടിക്കുവാൻ വെള്ളമില്ലാതെ വലഞ്ഞ ഇസ്രായേൽ മക്കൾ മോശയുടെ നേരെ തിരിഞ്ഞതായി വചനം പറയുന്നു. ദൈവമുമ്പാകെ മുട്ടുമടക്കിയ മോശയ്ക്ക് ദൈവം പരിഹാരം പറഞ്ഞു കൊടുത്തു. ഏത് പ്രതിസന്ധിയുടെ മുന്നിലും
ദൈവം മുമ്പാകെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഭക്തന് വേണ്ടി ദൈവം വഴി തുറക്കും. ദൈവം മോശയ്ക്ക് ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു: അതിൻ്റെ ഒരു കൊമ്പ് വെട്ടി വെള്ളത്തിലിടുക, അപ്പോൾ വെള്ളം മധുരമുള്ളതായിത്തീരും. പുതിയ നിയമത്തിൽ വെളിപ്പെട്ട ആത്മീയ സത്യങ്ങളുടെ നിഴലുകളാണ് പഴയ നിയമത്തിൽ വിവിധയിടങ്ങളിലായി നാം കാണുന്നത്. പഴയ നിയമത്തിലെ കൊമ്പ് എന്ത് എന്ന് പ്രവാചകനായ യെശയ്യാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവപുത്രനെ വെളിപ്പെടുത്തുവാൻ പ്രവാചകൻ യെശയ്യാ പ്രവചന പുസ്തകം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഉള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. മാറയിലെ വെള്ളത്തെ മധുരമാക്കിയ കൊമ്പ് ചെയ്ത പോലെ ഒരത്ഭുതം വീണ്ടും മറ്റൊരിടത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എലീശ പ്രവാചകന്റെ ശിഷ്യന്മാർ തങ്ങൾ പാർക്കുന്ന സ്ഥലം ഇടുക്കമായി എന്ന് കണ്ടു. അല്പം വിശാലത വേണമെന്ന ആഗ്രഹപ്രകാരം അവർ അതിനുവേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുവാൻ യോർദാൻ നദിയുടെ തീരത്തുള്ള വനപ്രദേശത്തേക്ക് മരം മുറിക്കുവാനായി പോയി. അവർ പോയപ്പോൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടമായി വാങ്ങിയ കോടാലിയുമായിട്ടാണ് പോയത്. എന്നാൽ ആ കോടാലി അപ്രതീക്ഷിതമായി വെള്ളത്തിൽ വീഴുകയും അവരുടെ പരിശ്രമങ്ങളും പ്രതീക്ഷകളുമെല്ലാം പാഴായി പോവുകയും ചെയ്ത നിരാശ നിറഞ്ഞ സാഹചര്യങ്ങളെ അവർ അഭിമുഖീകരിക്കുകയും ചെയ്തു. വിഷമസന്ധിയിലായ പ്രവാചക ശിഷ്യന്മാരുടെ മുമ്പിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത ഒരത്ഭുതം നമുക്കവിടെ കാണുവാൻ കഴിയും. പ്രവാചകനായ എലീശയോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു: നീ ഒരു കൊമ്പ് വെട്ടിയെടുത്ത ശേഷം കോടാലി വീണ ഭാഗത്തെറിയുക. എലീശ അത് ചെയ്തപ്പോൾ ഇരുമ്പ് കൊണ്ടുള്ള ആയുധം വെള്ളത്തിൽ പൊങ്ങി വന്നതായി വേദപുസ്തകം പറയുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളുടെയും അസാധ്യതകളുടെയും മുൻപിൽ ഭക്തന് വേണ്ടി വഴി തുറക്കുന്ന ദൈവത്തെ ആണ് നാം അവിടെ കാണുന്നത്. ബാബേൽ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ പ്രവാസികളായിരുന്ന ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവർ തങ്ങളുടെ ദൈവ വിശ്വാസവും ആരാധനയും നിമിത്തം തീച്ചൂളയിൽ എറിയപ്പെട്ടു. ആ സന്ദർഭത്തിൽ അവരോടൊപ്പം തീയിൽ ഇറങ്ങി വന്ന മനുഷ്യപുത്രന് തുല്യനായ ദൈവരൂപം സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തുവായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നും മനുഷ്യൻ്റെ കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവപുത്രൻ അവിടെയും അന്ന് ഇറങ്ങി വന്ന അത്ഭുതം ചെയ്തു. അവരെ ദഹിപ്പിക്കുമായിരുന്ന തീയുടെ ബലത്തെ പൂർണ്ണമായും കെടുത്തി. വിശ്വാസം നിമിത്തം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പത്രോസിന് വേണ്ടിയും പൗലോസിനും ശീലാസിനു വേണ്ടിയും ഇതേ ദൈവം ഇറങ്ങി വന്ന് വിടുവിക്കുന്നതായി കാണാം. ഈ ദൈവം നിങ്ങൾക്കും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുവാൻ ഇറങ്ങി വരും. അവൻ ദാനിയേലിന് വേണ്ടി സിംഹങ്ങളുടെ വായടച്ചതുപോലെ നിങ്ങളെ കുറ്റം വിധിക്കുകയും നിങ്ങൾക്കെതിരെ അപവാദം പറയുകയും ചെയ്യുന്ന നാവുകളെ അടയ്ക്കും. വിശ്വാസത്തോടെ ദൈവമുഖത്തേക്ക് നോക്കൂ. പ്രശ്നങ്ങളെയല്ല, പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ദൈവമുഖത്തേക്കാണ് നോക്കേണ്ടത്. തനിക്കെതിരെ നിയമം ഉണ്ടാക്കി എന്ന് അറിഞ്ഞ ദാനിയേൽ താൻ പതിവായി ചെയ്യുന്നത് പോലെ യെരുശലേമിലേക്ക് നോക്കി തൻ്റെ ദൈവത്തോട് തൻ്റെ ദുഃഖങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായി കാണാം. താൻ കടന്നുപോയ വിശ്വാസത്തിൻ്റെ പരിശോധന മൂലം ബാബേൽ രാജാവ് യഥാർത്ഥ ദൈവം ആരാണെന്നറിയുവാനിടയായി. പ്രിയരെ, നാം കടന്നു പോകുന്ന വിശ്വാസത്തിൻ്റെ പരീക്ഷകൾ നമ്മിലൂടെ ദൈവം എടുക്കുവാനുള്ള മഹത്തായ സന്ദർഭങ്ങൾ ദൈവം ഒരുക്കുന്നതാണെന്ന് നാം തിരിച്ചറിയുക. അപ്പോൾ ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയും: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.